പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ നല്ല മഴ പെരും മഴയാണ് കേട്ടപ്പോൾ. അപ്പോൾ ഈ മഴയത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമുക്ക് പലഹാരം അതൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീട്ടിൽ റവ ഉണ്ടെങ്കിൽ കുറച്ച് റവ മതിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി മതി. ഞാനിപ്പോൾ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ലേശം 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനോട് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടിയിടാനായിട്ട്. ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ പെട്ടെന്ന് കട്ട വരുമല്ലോ, അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് അപ്പം തന്നെ സ്പീഡിൽ ഇളക്കാം. അല്ലെങ്കിൽ കട്ട വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ലോണം തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പീഡിൽ ഇളക്കട്ടെ, അല്ലെങ്കിൽ അത് കട്ട വരും. റവയ്ക്ക് വെള്ളം കൂടുതലാണല്ലോ വേണ്ടത്. ഇനി നമുക്ക് വെള്ളം പോരെങ്കിൽ കുറച്ച് കയ്യിൽ ലേശം വെള്ളം തെളിച്ചിട്ട് അതിൽ കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം പോരാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് നല്ലോണം മിക്സാക്കി 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പം അതിൻ്റെ ആവിയിൽ തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആക്കി ഇട്ടു കേട്ടോ. പൊടിയൊക്കെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റോളം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ട കട്ടായി. നീലേക്ക് ലേശം കൂടി ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം പുരട്ടിയിട്ട് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് ഭംഗിക്ക് ഇത്തിരി ഓളം ഇട്ടിട്ടുണ്ട്. വെള്ളമോ കരിഞ്ചീരകം അതിലും മതിട്ടാ. ഇനി ഇത് എത്രയോ ചെറിയ ബോളാക്കണ് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. വലിയ ബോൾസുകളാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും, കാണാനും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് ചെറിയ ബോളാക്കിയിട്ടാണ് ഉരുട്ടുന്നത്. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചാലും പിറ്റേ ദിവസം എടുക്കാം, നമുക്കത് കേടാവില്ല. എന്ന് പൊരിച്ചെടുക്കാൻ. ഇത് എണ്ണ കുടിക്കൊന്നുമില്ല, റവ ആയതുകൊണ്ട് എണ്ണ കുടിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാം വറുത്തെടുക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ലൈസ് കഴിക്കില്ലേ, കുറുക്കുറൊക്കെ കഴിക്കില്ലേ, അതേ ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാവുന്നത്. മുരിഞ്ഞ് വരട്ടെ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. അപ്പോൾ തീ കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ടപ്പോൾ അതുപോലെ കിടക്കുന്നതാണത്. നല്ലോണം മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ മഴ വരുമ്പോൾ നമുക്ക് മഴയത്തൊക്കെ എപ്പോഴും എല്ലാവർക്കും വിശപ്പാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ തിന്നണം എന്നൊക്കെ വിചാരം. പിള്ളേർക്കാണെങ്കിൽ പറയുമ്പോണ്ട് എപ്പോഴും ഇവർക്ക് ഓരോന്നോരോന്നായിട്ട് വേണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് ആ സമയത്തൊരു ഫോൺ വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിരുന്നു. പക്ഷേ അത് ശ്രദ്ധ പോയിട്ടാ, പെട്ടെന്ന് കരിഞ്ഞു പോയി. എന്താ ചെയ്യാം, എന്നാലും കഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ലേശം മുളക് പൊടി, ഇത്തിരി ഉപ്പ്, പിന്നെ ചാറ്റ് മസാല കേട്ടോ. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇപ്പോൾ ഇവിടെ ഉള്ള കാരണം ഇട്ടത്. അത് ഇടുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. നല്ലോണം തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടവരുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.